സ്പീക്കറിനെ നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ ഒരു കൺസേൺ പറയാനാണ് ഞാൻ ഇവിടെ വിളിക്കുന്നത്. ഇപ്പോ ഈ JNU പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏറ്റവും ഡെമോക്രാറ്റിക് ആയിട്ട് ജനാധിപത്യപരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ കണ്ടുവരുന്ന ഒരു ശീലമാണ്, അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു പൊതുബോധം മാറി ഇപ്പോൾ ജനങ്ങളെല്ലാം ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ സാധാരണക്കാരായ ആളുകളെല്ലാം ചിന്തിക്കുന്നത് JNU പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ പോകുന്ന ആളുകൾ എന്താണ് രാജ്യദ്രോഹികളാണ്, ആന്റി നാഷണൽസ് ആണ് എന്നതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പൊതുബോധ നിർമ്മിതി ഈ ബ്യൂറോക്രാറ്റിക് ഓട്ടോക്രൈസേഷനൊപ്പം നടക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്ത്. ജനാധിപത്യപരമായിട്ട് പ്രവർത്തിക്കുന്ന ക്യാമ്പസുകളിലെല്ലാം, അല്ലെങ്കിൽ ആ ക്യാമ്പസുകളെല്ലാം എന്താണ് ഈ ദേശവിരുദ്ധരാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്യാമ്പസുകളൊന്നും ആവശ്യമില്ല, അതല്ലാതെ തൊഴിൽ അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടി മാത്രം ക്യാമ്പസുകൾ വേണം എന്ന് കരുതുന്ന ഒരു സമൂഹം, ഒരു പൊതുസമൂഹം അല്ലെങ്കിൽ ഒരു പൊതുബോധം ഇന്ത്യയിൽ പർട്ടിക്കുലർലി കേരള അല്ല നോർത്ത് ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. അപ്പൊ ഇത് ഭയങ്കര ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ്. കാരണം ഒരു ജനാധിപത്യം നമ്മുടെ സമൂഹത്തിൽ ആകെ വേണ്ട ഒരു സംഭവമാണ്. ക്യാമ്പസുകളിലേക്ക് മാത്രം ഇന്ന് ജനാധിപത്യം ഒതുങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടാവുന്നു. പൊതുബോധം വേറൊരു വഴിക്ക് പോകുന്നു. നിയോ ലിബറൽ ആയിട്ടുള്ള ആശയങ്ങൾ, ഒരു മനുഷ്യൻ, ഒരു വ്യക്തി, അവൻ എന്താണ് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വഴിപോക്കനായിട്ട് സംസാരിച്ചിരുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം പറയാണ് നിങ്ങൾ ഇത്ര ജനാധിപത്യപരമായിട്ടുള്ള അല്ലെങ്കിൽ ഫ്രീഡം, ലിബർട്ടി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും പഠിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ എന്താ ടിസ് പോലുള്ള സ്ഥലങ്ങളിൽ പോകും. പൊളിറ്റിക്കൽ ഫ്രീഡം കുറഞ്ഞ സ്ഥലമായാലും നിങ്ങൾക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്നാണ് പറയുന്നത്. രക്ഷപ്പെടൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നമ്മളൊന്ന് നിർവചിക്കണം. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഇന്ത്യയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ഭാഗത്ത് ഒരു പൊതുനിർമ്മിതി, ജനാധിപത്യം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലിബർട്ടി, ഫ്രീഡം, ഈ ഉള്ള ഒരു പോയിന്റിനെ നമ്മളെല്ലാവരും വില കുറച്ച് കാണും. നമ്മളെല്ലാവരും പൊതുസമൂഹം വില കുറച്ച് കാണുന്നു. മറുഭാഗത്ത് ക്യാമ്പസുകളിൽ മാത്രം ജനാധിപത്യമായിട്ടുള്ള റെസിസ്റ്റൻസ് ഉയർന്നു വരുന്നു. ഇതെന്റെ ഒരു കൺസേൺ ആണ്. ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ താങ്ക് യു. ആക്ച്വലി എ വാലിഡ് കൺസേൺ. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഉദയകുമാറിന്റെ ലേഖനത്തിൽ സർവകലാശാലകൾക്ക് അകവും പുറവും എന്നാണ് തോന്നുന്നു ആ ലേഖനത്തിന്റെ പേര്, യൂണിവേഴ്സിറ്റി ആൻഡ് ഔട്ട്സൈഡ്. അപ്പൊ യൂണിവേഴ്സിറ്റിയും പുറം ലോകവുമായുള്ള ബന്ധം എന്താണ്? എന്തുകൊണ്ടാണ് പുരോഗമനപരമായ ആശയങ്ങൾ, ജനാധിപത്യ ബോധം, സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ബോധം, ഇതൊക്കെ ക്യാമ്പസുകളിൽ ഒരു പരിധിവരെയെങ്കിലും ഉണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ക്യാമ്പസുകൾക്ക് പുറത്തേക്ക് നമുക്ക് അത് ഒരു തരത്തിൽ മാറ്റാൻ കഴിയാത്തത്? അതിന് വിദ്യാർത്ഥി സമൂഹം എന്നുള്ള രീതിയിൽ, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ എന്നുള്ള രീതിയിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? അപ്പൊ ഈ പൊതുബോധ നിർമ്മിതിയിൽ ഇടപെടുന്ന ആൾക്കാരായിട്ട് മാറുക എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരേയൊരു കാര്യം. ഇപ്പൊ ഈ 2014 തെരഞ്ഞെടുപ്പിൽ രണ്ടാമത്തെ NDA സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത്, അതിന് മുമ്പുള്ള ഒരു 5 വർഷക്കാലം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങളെമ്പാടും അത്രമാത്രം കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുള്ള ഒരു കാലമാണ്. പിന്നെയും എന്തുകൊണ്ടാണ് വീണ്ടും ഒരു NDA സർക്കാർ അധികാരത്തിലേക്ക് വന്നിട്ടുള്ളത്? എന്തുതരം പൊതുബോധമാണ് അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത്? ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ JNUവിൽ എല്ലാവരും ആന്റി നാഷണൽസ് ആണ് എന്നുള്ള തരത്തിലുള്ള പ്രയോഗങ്ങൾ, അല്ലെങ്കിൽ അതിന് കിട്ടിയിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു മൈലേജ് ഉണ്ട് പൊതുസമൂഹത്തിനകത്ത്. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ രീതിയിൽ ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രരായിട്ടുള്ള മനുഷ്യർക്ക് അവർക്കൊരു സെൻസ് ഓഫ് എക്സിസ്റ്റൻസ് കൊടുക്കുന്ന ഒരു കാര്യമാണ് ഈ റിലീജിയസ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ അഭിമാനിക്കാൻ ഒന്നുമില്ല, എന്താ പറയാ, ലാൻഡ്ലെസ് ആയിട്ടുള്ള, പിന്നെ ദരിദ്രരായിട്ടുള്ള, വിദ്യാഭ്യാസമില്ലാത്ത, തൊഴിൽ കിട്ടാത്ത, ജാതീയമായി പിന്നോക്കം നിൽക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഞാൻ മനുഷ്യനാണ് എന്ന് തോന്നുന്ന തലത്തിലേക്കുള്ള ഒരു വികാരം എന്ന് പറയുന്നത് ആയി മാറ്റാൻ ഈ മതപരമായിട്ടുള്ള ഐഡന്റിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഹിന്ദുത്വ പൊളിറ്റിക്സിന്റെ ഒരു തരത്തിലുള്ള സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ അനാട്ടമി ഓഫ് ഹേറ്റ് എന്ന് പറയുന്ന പുസ്തകം രേവതി ലോയിന്റെ, അപ്പൊ ആ പുസ്തകത്തിൽ അവര് അന്വേഷിക്കുന്നത് ഈ ഗുജറാത്ത് വംശഹത്യയിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളുടെ മനോനിലയെ കുറിച്ചാണ്.
എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വർഗീയ കലാപങ്ങളിൽ ആളുകൾ പങ്കെടുക്കുന്നത്? നമുക്ക് ഏറ്റവും പരിചയമുള്ള ആൾക്കാർ തന്നെയാണ് ഈ വർഗീയ കലാപത്തിലും പങ്കെടുക്കുന്നത്. അപ്പൊ അതിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളുടെ കഥ അവർ പറയുന്നുണ്ട്. 3 പേരുടെ കഥയാണ്. അതിലൊന്ന് ഏറ്റവും ദരിദ്രമായിട്ടുള്ള ഈ ഒരു പറയുന്ന ഒരു കൂടുതലും ഈ കള്ളന്മാരായിട്ടുള്ള ആളുകളുടെ ഒരു ഗോത്രം പോലത്തെ ഒരു ഗോത്രത്തിലുള്ള ഒരാള്. അയാൾക്ക് കാലിനൊരു മുടന്തുണ്ട്. അപ്പൊ അയാളാണ് ഇതിൽ പങ്കെടുക്കുന്ന ഒരാള്. അയാളുടെ വീട്ടിൽ ഏറ്റവും വെറുക്കപ്പെട്ട ഒരാളാണ്. അയാളുടെ അച്ഛൻ കരുതുന്ന അയാൾ ജനിച്ചതോടുകൂടി വീട്ടിന്റെ എല്ലാ ഐശ്വര്യങ്ങളും നഷ്ടപ്പെട്ടു. വീട്ടിൽ കടുത്ത ദാരിദ്ര്യമാണ്. അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് അയാളുടെ പ്രദേശത്ത് വിശ്വ ഹിന്ദു പരിഷത്ത് അവരുടെ യൂണിറ്റ് തുടങ്ങുന്നത്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ യൂണിറ്റിലേക്ക് എത്തിപ്പെടുമ്പോഴാണ് ആ മനുഷ്യൻ ആദ്യമായിട്ട് താൻ മനുഷ്യനാണ് എന്നൊരു റെക്കഗ്നീഷൻ കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ പങ്കെടുക്കുന്ന മനുഷ്യരാരും ഭയങ്കര അങ്ങേയറ്റം ക്രൂരന്മാരായിട്ടുള്ള മനുഷ്യരൊന്നുമല്ല. സാധാരണ ജീവിതം നയിക്കുന്ന എന്നെയോ നിങ്ങളെയോ പോലെ ജീവിക്കുന്ന മനുഷ്യർ തന്നെയാണ്. പക്ഷെ ആ മനുഷ്യനെ മനുഷ്യരായി കാണുന്ന ഒരു സംവിധാനം നമുക്കില്ല. അപ്പൊ മനുഷ്യരായി കാണുന്നവരിടത്തേക്ക് പോവുക എന്നുള്ളതാണ്. ഇപ്പം JNUവില് ഒരു 10 വർഷത്തോളം JNUവിൽ ഉണ്ടായിട്ടുള്ള ഒരാളാണ്. JNUവിൽ നടക്കുന്ന ചർച്ചകൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് പൊതുസമൂഹത്തിൽ നടക്കുന്ന ചർച്ചകളുമായിട്ട് അവിടെ നടക്കുന്ന ചർച്ചകൾക്ക് പലപ്പോഴും ബന്ധം ഉണ്ടാവാറില്ല. വളരെ ഒരു സ്പെക്ട്രം ഓഫ് ലെഫ്റ്റ് ഉണ്ട്. അവർ തമ്മിലുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഊന്നിയാണ് ചർച്ച നടക്കുന്നത്. ആ ചർച്ച നടക്കുന്ന 10 വർഷത്തിനുള്ളിൽ പുറത്ത് ഹിന്ദുത്വ രാഷ്ട്രീയം അതിൻ്റെതായ രീതിയിൽ വളർന്നിട്ടുണ്ട്. അപ്പൊ ഈ ക്യാമ്പസുകളിൽ നമ്മൾ ഉണ്ടാക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള റെസിസ്റ്റൻസ്, രാഷ്ട്രീയമായിട്ടുള്ള ബോധ്യങ്ങൾ അത് പൊതുബോധ നിർമ്മിതിയിലേക്ക് മാറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. നമ്മളുടെ അക്കാഡമിക്സിലൂടെ നമ്മൾ ചെയ്യുന്ന ജ്ഞാനോത്പാദന പ്രക്രിയകളിലൂടെ, രാഷ്ട്രീയ ഇടപെടലുകളിലൂടെ, മനുഷ്യരോട് സ്നേഹപൂർവ്വം പെരുമാറുന്നതിലൂടെ, ജനാധിപത്യപരമായി വീട്ടിലുള്ള സ്ത്രീകളോട് പെരുമാറുന്നതിലൂടെ, ജാതീയത പ്രകടിപ്പിക്കാതെ ജാതീയതയോട് ഉള്ള നിലപാടുകളിലൂടെ ഒക്കെ തന്നെ നിർമ്മിക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഈ പൊതുബോധ നിർമ്മിതി. അതിൽ ഇടപെടുക എന്നുള്ളത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രാഥമികമായി പഠിക്കുക എന്ന ഉത്തരവാദിത്വം പോലെ തന്നെ ഉള്ള ഒരു ഉത്തരവാദിത്വമായിട്ടാണ് ഞാൻ കാണുന്നത്.